അസ്സലാമു അലൈക്കും. സലാം അടക്കിയിട്ടുണ്ടോ? എല്ലാവരും സലാം അടക്കണം. ഇപ്പോഴും നമ്മൾ സലാം കേട്ട് കഴിഞ്ഞാൽ അത് നിർബന്ധമായും മടക്കണം. ഒന്നുകൂടി ടീച്ചർ പറയാം, അസ്സലാമു അലൈക്കും. ഇപ്പം എല്ലാവരും മടക്കിയല്ലേ? കൈഫൽ ഹാൽ? ഓക്കെ, സെയ്ൻ അൽഹംദുലില്ലാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ദുആ അല്ലേ പഠിച്ചത്? ദുആ എല്ലാവരും കുറേ പ്രാവശ്യം പാടി നോക്കിയോ? വീഡിയോ എടുത്ത് ടീച്ചർക്ക് അയച്ചോ? അയക്കാത്തവരുണ്ടല്ലേ? അയക്കാത്തവരെന്ത് ചെയ്യുക? ഒരുപാട് പ്രാവശ്യം പാടി നോക്കിയിട്ട് ടീച്ചർക്ക് വീഡിയോ ഒക്കെ അയക്കുക. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോവാം. ടെക്സ്റ്റ് ബുക്ക് മെല്ലെ തുറന്ന് നെക്സ്റ്റ് പേജ് മറിച്ചപ്പോൾ ഇതല്ലേ കിട്ടിയത്? ഇതിൽ നമ്മുടെ യൂണിറ്റിൻ്റെ പേരൊക്കെയാണ്. വഹദത്തുൽ ഊല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ യൂണിറ്റ്. അപ്പോൾ യൂണിറ്റിൻ്റെ പേരെന്താ? ഫർഹത്തുൽ ഈദ്. അതിൽ 3 പാഠങ്ങളുണ്ട്. ഈദുൻ സഈദ്, യൗമുൽ ഈദ്, ഹൗലൽ ജദ്. ഇത് നമ്മൾ ഓരോ പാഠമായിട്ട് ഈ യൂണിറ്റിൽ പഠിക്കും. ഇനി അടുത്ത പേജ് എടുത്തേ. നെക്സ്റ്റ് പേജ് ഇതല്ലേ? മഹാദിഹി, എന്താണിത്? ഈ ചിത്രത്തിൽ കാണുന്നത് എന്താണ്? വെരി ഗുഡ്, ഗ്രീറ്റിംഗ് കാർഡ് അല്ലേ? ഗ്രീറ്റിംഗ് കാർഡിന് എന്താ അറബിയിൽ പറയാന്നറിയോ? എന്താ പറയാ? ബിത്വാഖാത്തുൽ മുആയദ. ബിത്വാഖാത്തുൽ മുആയദ. ഇനി ടീച്ചർ ഗ്രീറ്റിംഗ് കാർഡ് എന്ന് പറയില്ല. എന്താ പറയുക? ബിത്വാഖാത്തുൽ മുആയദ. നിങ്ങളും അങ്ങനെ പറയാം. ഹൽ ഹസൽത്തും ബിത്വാഖാത്തുൽ മുആയദ? ഞാൻ അല്ലേ? ബിത്വാഖാത്തുൽ മുആയദ നിങ്ങൾക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ലേ? കിട്ടിയിട്ടുണ്ടല്ലേ? മന്നഹദായിലേക്കും, ആരാണ് നിങ്ങൾക്ക് തന്നത്? ഏതെങ്കിലും ബിത്വാഖാത്തുൽ മുആയദ, ഓണത്തിനോ ഈദിനോ ബർത്ത്ഡേക്കോ ക്രിസ്മസിനോ ഏതായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ ചിത്രത്തിൽ ഏതൊക്കെ ആഘോഷങ്ങളുടെ ബിത്വാഖാത്തുൽ മുആയദയാണുള്ളത്? ഈദിൻ്റെതുണ്ട്. ഈദിൻ്റെ ബിത്വാഖാത്തുൽ മുആയദയിൽ നമ്മൾ എന്തൊക്കെ ആശംസാവാക്യങ്ങൾ കാണും? ഈദ് മുബാറക് എന്ന് കാണാറുണ്ട്. പിന്നെ ഈദുൻ സഈദ് എന്ന് കാണാറുണ്ട്. പിന്നെ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈദിൻ്റെ ദിവസം ഓരോരാളോട് പറയാം അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുകയും ചെയ്യാം. പിന്നെ നമ്മളൊരു ഈദിൻ്റെ ബിത്വാഖാത്തുൽ മുആയദ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ ഈ വാക്യങ്ങളൊക്കെ എഴുതാം. അപ്പോൾ ഈദ് മുബാറക്, ഈദുൻ സഈദ്, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ഇതൊക്കെ നിങ്ങൾ കേട്ട വാക്യങ്ങളാണ് അല്ലേ? അടുത്ത വേറെ ഏത് ബിത്വാഖാത്തുൽ മുആയദയാണുള്ളത്? ഏതാണ്? ഊനം അല്ലേ? ഊനം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓണം. ഓക്കെ, ഈദു ഊനം, ഓണാഘോഷം. ഓണാഘോഷത്തിന് നമുക്ക് എന്തൊക്കെ ആശംസാവാക്യങ്ങൾ ഉപയോഗിക്കാം? നമ്മൾ ഈദുൻ സഈദ് എന്ന് പറഞ്ഞില്ല, അതുപോലെ ഊനം സഈദ്. പിന്നെ ഹനി അംബി ഊനം, തഹാനി ഊനം. എല്ലാം എന്താണ്? ഹാപ്പി ഓണം, ഓണാശംസകൾ എന്ന അർത്ഥങ്ങൾ തന്നെയാണ് കേട്ടോ. എന്തൊക്കെയാണ്? ഊനം സഈദ്, ഹനി അംബി ഊനം, തഹാനി ഊനം. ഈ വാക്യങ്ങൾ നമുക്ക് നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുമ്പോൾ അതിൽ എഴുതാൻ ഉപയോഗിക്കും. പിന്നെ ഏത് ബിത്വാഖാത്തുൽ മുആയദയാണുള്ളത്? വെരി ഗുഡ്, ക്രിസ്മസിൻ്റെതല്ലേ? ഈദു മീലാദ് മസീഹ്, ഈദു മീലാദുൽ മസീഹ്. അപ്പോൾ ഈദു മീലാദുൽ മസീഹിൻ്റെ ആശംസാവാക്യങ്ങൾ എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും? നമ്മൾ നേരത്തെ ഈദ് മുബാറക് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ നമുക്ക് പറഞ്ഞൂടെ? ഈദു മീലാദുൽ മുബാറക്. പിന്നെന്ത് പറയാം? ഈദുൻ സഈദ് എന്ന് പറഞ്ഞ പോലെ ഈദു മീലാദ് സഈദ്. പിന്നെ തഹാനി ഈദു മീലാദ്. ഇതൊക്കെ നമുക്ക് പറയാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ നമുക്കൊരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുമ്പോൾ അതിൽ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. പ്രധാനപ്പെട്ട
3 ആഘോഷങ്ങളുടെ ബിത്വാക്കത്തുൽ മുആയദയിൽ എഴുതുന്ന ആശംസാവാക്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഈദുൽ ഫിത്തർ, ഈദ് ഊനം, ഈദ് മീലാദ്, മസീഹ്. വേറെയും കുറേ ആഘോഷങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെ ആശംസാവാക്യങ്ങൾ പഠിക്കാം. നിങ്ങൾ മക്കളെല്ലാവരും എന്ത് ചെയ്യണം? നല്ല 3 ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കണം. ഈദുൽ ഫിത്തറിൻ്റെതും, ഈദ് ഊനം, ഈദ് മീലാദ്, മസീഹ്. ടീച്ചർക്ക് അയച്ചു തരൂലേ? ഓക്കെ. പിന്നെ വേറെ എന്ത് ചെയ്യാം? നമുക്ക് നോട്ട്ബുക്കിൽ നല്ല ഗ്രീറ്റിംഗ് കാർഡ് പോലെ വരച്ചൂടെ? നല്ല കളറൊക്കെ ചെയ്തിട്ട് ക്രയോൺ ഉപയോഗിച്ച് ചെയ്യണം കേട്ടോ. അങ്ങനെയൊക്കെ വരച്ചിട്ട് ടീച്ചർക്ക് അയച്ചു തരാം. അയക്കൂലേ? ഓക്കെ. നമ്മൾ ഈദിന് വേണ്ടിയിട്ടുള്ള ഗ്രീറ്റിംഗ് കാർഡൊക്കെ തയ്യാറാക്കി. ഇനി എന്ത് ചെയ്യണം? ഈദിന് ഇനി എന്താ ചെയ്യുക? നല്ല ഒരു ഈദിൻ്റെ പാട്ട് പാടണ്ടേ? ടെക്സ്റ്റ് ബുക്ക് മെല്ലെ തുറന്നു നോക്കി അടുത്ത പേജിൽ എന്താ ഉള്ളത്? ചിത്രം നോക്കിയേ. എല്ലാവരും ഈദിന് ആശംസയൊക്കെ കൈമാറുന്നല്ലേ? അപ്പം നമുക്ക് ഈദിൻ്റെ ഒരു നല്ല അടിപൊളി പാട്ട് പാടാം. എന്താ ഹെഡിങ്? നമ്മുടെ ആശംസാവാക്യം തന്നെ. വേറെന്താ? ഈദുൻ സഈദ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു നല്ല പാട്ട് കേൾക്കാം. ഓക്കെ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം രണ്ടാമത് പാടുമ്പോൾ അതിൻ്റെ കൂടെ മെല്ലെ പാടി നോക്കുക. പദ്യത്തിൻ്റെ മീനിങ്ങും കൂടി സ്ക്രീനിൽ വരുന്നുണ്ട്. അതും കൂടെ ശ്രദ്ധിക്കണം. ഈദുൽ അദ്ഹ ഈദുൽ ഫിത്രി മാ അഹ്ലാ തിൽകൽ ആയാദ്. ഈദുൽ അദ്ഹ ഈദുൽ ഫിത്രി മാ അഹ്ലാ തിൽകൽ ആയാദ്. മൽഹൂന നൽഅബു നൽബസ് ഫീഹാ കുല്ല ജദീദിൻ യാ ഔലാദ്. മൽഹൂന നൽഅബു നൽബസ് ഫീഹാ കുല്ല ജദീദിൻ യാ ഔലാദ്. അഹ്ലു ഫിൽ ഈദ് الرحلات نلعب في سهل أو فات. تحلو في العيد الرحلات نلعب في سهل أو فات. يمرح في العيد الأصحاب لا تبذير ولا إفساد. يمرح في العيد الأصحاب لا تبذير ولا إفساد. عيد الأضحى عيد الفطر ما أهلا تلك الأعياد. عيد الأضحى عيد الفطر ما أهلا تلك الأعياد. ملحون نلعب نلبس فيها كل جديد يا أولاد. ملحون نلعب نلبس فيها كل جديد يا أولاد. أحلو في العيد الرحلات نلعب في سهل أو فات. تحلو في العيد الرحلات نلعب في سهل أو فات. يمرح في العيد الأصحاب لا تبذير ولا إفساد. يمرح في العيد الأصحاب لا تبذير ولا إفساد. ഇഷ്ടായോ? പാട്ട് ഇഷ്ടായോ? എല്ലാവരും പാട്ടിൽ ലയിച്ചു പോയോ? അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഈ പാട്ട് കേട്ട് പഠിച്ച് എന്ത് ചെയ്യണം? വീഡിയോ എടുത്ത് ടീച്ചർക്ക് അയച്ചു തരണം. അതുപോലെ തന്നെ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യണം? ഈ പദ്യം ഒരു പ്രാവശ്യം നല്ല ഭംഗിയിൽ എഴുതണം. അടുത്ത പേജ് നോക്കിയേ മക്കളെ. പേജിൽ എത്ര ആളെ കാണുന്നുണ്ട്? ഫീലുണ്ട്, അർനബുണ്ട്, സഅലബുണ്ട്, പിന്നെ ആരാണത്? നമീർ അല്ലേ? ഇത്രയും ആൾക്കാർ നമ്മുടെ സ്ക്രീനിൽ ഉണ്ട്. അവരുടെ കയ്യിലെന്താ? എല്ലാവരുടെ കയ്യിലും ഓരോ ലായിഹാത്ത് ഉണ്ടല്ലേ? ഒരു പ്ലക്കാർഡ് ഉണ്ട്. അതിലെന്തൊക്കെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്? ഫീലിൻ്റെ കയ്യിലുള്ള പ്ലക്കാർഡിൽ എന്താ എഴുതിയത്? അഴിയാദ്. അർണബിൻ്റെതോ? ഔലാദ്. ഈ 2 വാക്കുകളും നമ്മുടെ ഈ പദ്യത്തിലുള്ള വാക്കുകളാണ്. എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ ആ വാക്കിന്? കാണുന്നുണ്ടോ? അതിൻ്റെ 2ൻ്റെ അവസാനത്തെ അക്ഷരം നോക്കിയേ. എന്താണ്?
ദാലാണല്ലേ. അപ്പം ഇങ്ങനെ ഒരുപോലെ അവസാനത്തെ അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾക്ക് നമ്മൾ അൽ കലിമാത്തുൽ മുസജ്ജ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇതുപോലെ അവസാനം ദാല് വരുന്ന വേറെയും കുറേ വാക്കുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടെത്തി വേറെ 2 ആളെ പ്ലക്കാർഡ് ഇടുക. ബ്ലാങ്കായി കിടക്കുന്നുണ്ടല്ലേ, ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, അവിടെ നിങ്ങൾ എഴുതി കൊടുക്കണം. എഴുതി കൊടുക്കൂലേ? ഈസിയാണ് അല്ലേ, ഈസി വർക്ക്. നിങ്ങളിത് ചെയ്ത് ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് അയക്കുക. ടീച്ചർ ക്ലാസ് നിർത്തുകയാണ്. ഓക്കേ, അസ്സലാമു അലൈക്കും.